ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ചിലങ്കയാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ ചിലങ്ക എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു 3.5 വയസ്സ് മുതലൊക്കെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അരങ്ങേറ്റം വന്നിട്ട് എനിക്ക് തോന്നുന്നു 5 വയസ്സിലോ എന്തോ ആയിരുന്നു. എനിക്ക് ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു ചിലങ്കയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 22 വർഷത്തെ പഴക്കം ഈ ചിലങ്കയ്ക്ക് ഉണ്ടാവുകയെ. ഇപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലും ഒന്ന് മുത്തൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം എനിക്ക് അത്രയും എന്തോ ഒരു നമ്മൾ ആ ഒരു നർത്തകിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പറയും അവരുടെ ചിലങ്കയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സൂക്ഷിച്ച് ഭദ്രമാക്കി ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു സാധനമാണിത്. നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ഇതിൽ മുത്തുകളൊന്നും പോയിട്ടൊന്നുമില്ല. ആകെ എനിക്ക് തോന്നുന്നു 2 മുത്താണ് കേട്ടോ പോയിട്ടുള്ളത്. അതും ഈ അടുത്തിടയ്ക്ക് എന്തോ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉപയോഗിക്കുന്ന സമയത്തൊന്നും മുത്തുകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണുന്നത് പ്രൈസ് ടാഗാണ് കേട്ടോ. ആ ഒരു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ പ്രൈസ് ടാഗ്. അതിലെ എനിക്ക് തോന്നുന്നു അന്നൊക്കെയെന്ന് പറയുമ്പോൾ ഒരു ചിലങ്ക വാങ്ങിക്കാനും ചിലങ്ക കിട്ടാനും ഒക്കെ ഭയങ്കര കൊതിച്ചൊക്കെ ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ് കേട്ടോ. പുതിയ ചിലങ്ക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അതൊക്കെ ഒന്ന് കെട്ടി ഒന്ന് സ്റ്റേജിലൊക്കെ കയറുന്നതും, അല്ലെങ്കിൽ അന്നൊക്കെയെന്ന് പറയുമ്പോൾ സ്കൂളുകളിലൊക്കെ ആയിരുന്നു കൂടുതലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചിലങ്കയൊക്കെ കെട്ടി സ്കൂളിൽ പരിപാടി ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക എല്ലാം നല്ലൊരു നിമിഷങ്ങളെന്നൊക്കെ തന്നെ പറയാം കേട്ടോ. ഇപ്പോഴുള്ള ചിലങ്കകളെ അപേക്ഷിച്ചിട്ട് പഴയ ചിലങ്കകളുടെയൊക്കെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലെ മുത്തുകളൊന്നും അങ്ങനെ ഹാങ്ങിങ് ആ ഒരു ഇതിലേക്കൊന്നും വന്നിട്ടില്ല. മുത്തുകളൊന്നും അധികം പോയിട്ടുമില്ല. അത് മാത്രമല്ല ഇങ്ങനെ ത്രെഡും കൂടി ആയതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ എന്ന് പറയുമ്പം ഒരു സ്റ്റേജിലൊക്കെ കയറുമ്പോഴേ ഇങ്ങനെ ത്രെഡ് കൊണ്ടൊക്കെ വലിച്ച് മുറുക്കി കിട്ടിക്കഴിയുമ്പോൾ ചിലങ്ക ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കണമല്ലോ. കാരണം നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴൊന്നും ഊരി പോകാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് കിട്ടും. അതിന് ശേഷം കാലിലുണ്ടാകുന്ന ചെറിയ പാടൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയൊരു വേദന അതൊക്കെ ഞാൻ ഇപ്പോഴിങ്ങനെ ഓർക്കുന്നുണ്ട്. കാരണം ഇപ്പം നമുക്കുള്ള ചിലങ്കകളെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഇങ്ങനെ ബെൽറ്റ് മാതിരി ഇങ്ങനെ എന്താ നമുക്കിങ്ങനെ ഒട്ടിക്കാൻ പാകത്തിലൊക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് കേട്ടോ. നമ്മൾ ഏത് രീതിയിലുള്ളത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാലും ചെയ്തു തരുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം നൃത്തം പഠിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള സാറ് തന്നെയായിരുന്നു കേട്ടോ പഠിപ്പിച്ചിരുന്നത്. ഞാൻ മാത്രമല്ല അന്നൊക്കെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വീടിന് ചുറ്റുമൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് വീടിനടുത്തുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും. വീടുകളിലൊക്കെ വന്ന് സാറ് വന്ന് ക്ലാസ്സൊക്കെ എടുത്ത് അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പഠിച്ചിട്ട് അരങ്ങേറ്റമൊന്നും ആ സമയത്ത് ചെയ്തില്ല ശരിക്കും. പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ അരങ്ങേറ്റമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സാർ എന്തോ സാഹചര്യം കൊണ്ട് നിർത്തി. പിന്നീടാണ് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരുന്നതും അല്ലാണ്ട് പഠിക്കുന്നതൊക്കെ. അവിടെ പോയിട്ട് ആണെങ്കിൽ പോലും ഞാൻ പുതിയ ചിലങ്ക വാങ്ങാനോ ഒന്നും നിന്നിട്ടില്ല. അന്നും ഈ സാറ് നമുക്ക് വാങ്ങി തന്നതാണ് കേട്ടോ ഈ ചിലങ്ക. എൻ്റെ ബാച്ചിൽ പഠിച്ച കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഈ ചിലങ്കയൊക്കെ, പക്ഷേ അവരാരും ഉപയോഗിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അച്ഛൻ എനിക്ക് പുതിയൊരു ചിലങ്ക വാങ്ങിത്തരുന്നത്. ഈ ചിലങ്കയ്ക്ക് എനിക്ക് തോന്നുന്നു അങ്ങനെ ത്രെഡിൻ്റെ ആരും ഉപയോഗിക്കാതൊക്കെ വന്ന സമയമായപ്പോഴത്തേക്കും അച്ഛൻ തന്നെ എനിക്ക് പുതിയൊരു ചിലങ്ക വാങ്ങി തന്നു. പിന്നീട് ഞാൻ അതാണ് കേട്ടോ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് എന്തായാലും 22 വർഷത്തെ പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ ചിലങ്കയാണ് എന്നും ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് ഭദ്രമായിട്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇപ്പോഴും യൂസ് ചെയ്യാം. വേറൊന്നുമല്ല, നമ്മളതിൻ്റെ ആ മുത്തൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് ത്രെഡൊക്കെ ഒന്ന് കഴുകി വൃത്തിയൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഭാഗത്തിന് തന്നെയാണ്. നല്ല കിലുക്കമാണ് കേട്ടോ. ഇപ്പോഴുള്ള മുത്തുകളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഇത്രയും മുത്തുകൾ കുറവാണെങ്കിൽ പോലും നല്ല ഒച്ചയാണ് കേട്ടോ ഈ ചിലങ്ക കെട്ടി ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ചിലങ്കയ്ക്ക് ശേഷം അച്ഛൻ എനിക്ക് വാങ്ങി തന്ന ചിലങ്കയുടെ ഓർമ്മയ്ക്ക് പോലും ഒന്ന് സൂക്ഷിക്കണം. എനിക്ക് തോന്നുന്നു 1-2 മുത്തുകളുണ്ടാകും, അത് മാത്രമേ കാണത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, അത് ഒരു സ്റ്റേജ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലെ 1-2 മുത്തുകളിങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജ് കയറുമ്പോഴും മുത്തുകളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു കേട്ടോ. ഭയങ്കര എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും വില കൊടുത്തൊരു ചിലങ്കയൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ കിട്ടുന്നൊരു ചിലങ്കയുടെ ഒരു അവസ്ഥയാണ് കേട്ടോ. നമ്മൾ ഇത്രയും വിലയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു സ്റ്റേജിൽ അതായത് അധികം ഒന്നും ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്തായാലും നമുക്ക് കടയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ഓരോ ചിലങ്ക മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചിലങ്കയുണ്ട്, അത് വേറെ. അല്ലാണ്ട് ഓരോ ഡ്രസ്സിൻ്റെയൊക്കെ അനുസരിച്ചൊക്കെ ചിലങ്കയൊക്കെ ഇപ്പം പല കളറിൽ, ഇപ്പോൾ സിൽവറിൻ്റെ മുത്ത് വരുന്നത്, ഹാങ്ങിങ്സ് വരുന്നത്, അങ്ങനെയൊക്കെ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ചിലങ്ക നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.